ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ടാൻസാനിയയിലെ അത്ഭുതങ്ങൾ. ഞാനിപ്പോൾ ടാൻസാനിയയിലായിരിക്കുന്നു. ആഫ്രിക്കൻ രാജ്യമാകുന്ന ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യമാകുന്ന ടാൻസാനിയ അതിമനോഹരമാകുന്ന ഒരു രാജ്യം. ഇവിടെയുള്ള ജനങ്ങൾ വളരെ നല്ലവരാകുന്ന പ്രിയജനം. അവരിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഞാൻ ഏകദേശം 2 ആഴ്ചയോളമായിട്ട് ഇപ്പോൾ ടാൻസാനിയയുടെ ക്യാപിറ്റലാകുന്ന ഡുഡൂമയ്ക്ക് അടുത്ത് ഒരു ഇലാല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ ഒരു ബൈബിൾ കോളേജുണ്ട്. ഇനി ഒരു 2 ആഴ്ച കൂടെ ഇവിടെ തന്നെ തുടരുവാൻ കർത്താവ് സഹായിക്കുന്നു. ഇവിടെ ഒരു ബൈബിൾ കോളേജുണ്ട് ഇലാല എന്ന് പറയുന്ന ഈ സ്ഥലത്ത്. ടാൻസാനിയയുടെ പ്രധാനപ്പെട്ട പട്ടണം എന്ന് പറയുന്നത് ഡാർസലാമാണ്. അത് കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട പട്ടണമാണ് ഡുഡൂമോ. ഡുഡൂമോയിലാണ് അവരുടെ തലസ്ഥാനം. ആ തലസ്ഥാന നഗരിയിൽ ഡാർസലാമിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്ററോളമുണ്ട് ഡുഡൂമോയിൽ എത്തിച്ചേരുവാൻ. ട്രെയിനുണ്ട്, ബസ് സൗകര്യങ്ങളുണ്ട്, ഈവൻ ചെറിയ വിമാനങ്ങൾ വരെയുണ്ട്. ഡാർസലാമിൽ നിന്ന് ചെറിയ വിമാനങ്ങൾ ഡുഡൂമോയിൽ എത്തിച്ചേരും. ഇപ്പോൾ ഡുഡൂമോയിൽ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് അവർ പണിതുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പാർലമെൻറ്റ് മന്ദിരമൊക്കെ ഡുഡൂമോയിലാണ്. ഡുഡൂമോയിൽ നിന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ ഇലാല എന്ന് പറയുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഇപ്പോൾ അതിമനോഹരമാകുന്ന ഒരു ചേർച്ചും ഒരു മനോഹരമാകുന്ന ബൈബിൾ സ്കൂളും അങ്ങനെ ഒരു വിശാലമാകുന്ന ക്യാമ്പസുണ്ട്. ഒരു 4 ഏക്കർ സ്ഥലത്ത് ഉള്ള അതിമനോഹരമാകുന്ന കൺസ്ട്രക്ഷൻസാണ്. ഈ ചർച്ചൊരു വളരെ വിശാലമാകുന്ന 1000 പേർക്കെങ്കിലും ഇരിക്കുവാൻ കഴിയുന്ന അതിമനോഹരമാകുന്ന ഒരു ചേർച്ചാണ്. നല്ല ഒരു ക്യാമ്പസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ അങ്ങ് പാർക്കണമെന്ന് നമുക്ക് അത്തരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം വരുന്ന അത്തരത്തിലുള്ള മനോഹരമാകുന്ന ഒരു ക്യാമ്പസ്. ഈ ക്യാമ്പസിൽ ചർച്ച് മാത്രമല്ല ഒരു ചെറിയ ബൈബിൾ സ്കൂളുണ്ട്. അവരുടെ ഫസ്റ്റ് ബാച്ചാണ്. ഈ വർഷമാണിത് ആരംഭിച്ചിരിക്കുന്നത്. ബൈബിൾ സ്കൂൾ ആരംഭിച്ചിരിക്കുന്നത് ഈ വർഷമാണ്. ആ ഫസ്റ്റ് ബാച്ചിൽ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരവസരം കൂടെ ലഭിക്കുന്നു. ഇതിന് ചുറ്റും ഗ്രാമങ്ങളാണ്. ഗ്രാമങ്ങളുടെ അവസ്ഥയൊക്കെ വളരെ ഒത്തിരി പുരോഗതി പ്രാപിച്ച ഗ്രാമങ്ങളല്ല. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട്. തീരെ ദരിദ്രരെന്ന് പറയുവാനും കഴിയുകയില്ല. മാന്യമായി ജീവിക്കുവാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ആധുനികമാകുന്ന ഒത്തിരി കാര്യങ്ങൾ ഇല്ലാത്ത ഗ്രാമങ്ങളാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മിഷണറിയായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ നിബിൻ എബ്രഹാമുമായിട്ട് അല്പസമയം സംസാരിക്കുക എന്നതാണ് ഈ ഒരു എപ്പിസോഡിൽ കൂടെ ആഗ്രഹിക്കുന്നത്. പാസ്റ്റർ നിബിൻ എബ്രഹാം അവരുകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ബഹുമാന്യ കർത്തദാസിന് ടാൻസാനിയയിൽ ഒരു മിഷണറി ആയിട്ട് പ്രവർത്തിക്കുന്നു. കർത്താവ് ഈ കർത്തദാസിനെ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. ഈ ബൈബിൾ സ്കൂള്, ഈ ചർച്ച്, ഇതിൻ്റെ എല്ലാം ചുമതല വഹിക്കുവാനുള്ള ഒരു വലിയ പദവിയാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ നിന്നാണ്, എന്നാൽ ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ സ്ഥിരതാമസമാണ്. അവിടുത്തെ സിറ്റിസനാണ്. എന്നാൽ അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് ആഫ്രിക്കയെക്കുറിച്ചുള്ള ഒരു വ്യക്തമാകുന്ന ദിശാബോധം, ദർശനം കർത്താവ് കൊടുത്തു. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ദർശനങ്ങൾ കർത്താവിൽ നിന്ന് സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. അങ്ങനെ യൗവനത്തിൽ കർത്താവിൽ നിന്നൊരു ദർശനം സ്വീകരിച്ചു. ആ ദർശനപ്രകാരമാണ് ആഫ്രിക്കയിലേക്ക് വരുവാൻ കർത്താവ് അവസരം കൊടുത്തത്. 2017 തോന്നുന്നു ആദ്യമായിട്ട് ആഫ്രിക്കയിൽ. 17ആണോ 18ആണോ? 17 ആദ്യമായിട്ട് ആഫ്രിക്കയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. അന്ന് ഉഗാണ്ടയിലാണ് വന്നത്. ഉഗാണ്ടയിൽ വന്നതിന് ശേഷമായിട്ട് സാധാരണ ആഫ്രിക്ക സന്ദർശിക്കുക എന്ന് പറയുന്ന ഒരു പതിവാക്കി തീർത്തു. എങ്ങനെയാണ് ഈ ആഫ്രിക്കയെക്കുറിച്ചുള്ള ഒരു ദർശനം കർത്താവിൽ നിന്ന് സ്വീകരിച്ചത്? ആഫ്രിക്കയെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2013 നിന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നോട് ഒരു കർത്താവിൻ്റെ ദാസൻ ആദ്യമായി കെനിയെക്കുറിച്ചൊരു ദൂത് പറയുമ്പോഴാണ് ആഫ്രിക്ക എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ. ആഫ്രിക്കയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നു.
പിന്നീട് ഞാൻ പാസ്റ്റർ കൂടെ ആയിരുന്ന സമയത്ത് ആഫ്രിക്കയെക്കുറിച്ച് പാസ്റ്റർ എപ്പോഴും പ്രാർത്ഥിക്കുകയും ഓരോ നേഷൻസ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പല രാജ്യങ്ങളെക്കുറിച്ച് പേരുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ ആദ്യമായിട്ട് എനിക്കൊരു അവസരം കിട്ടിയത് ഉഗാണ്ടയിൽ പാസ്റ്റർ പോകുമ്പോൾ പാസ്റ്റർ എന്നെ വിളിച്ചു. പോരുന്നോ എന്ന് വിളിച്ചപ്പോൾ ഞാൻ US നിന്ന് ജോയിൻ ചെയ്തു. എൻ്റെ ഓർമ്മ നമ്മൾ ഒരു വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ളൊരു പ്ലേസാണ്. വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള റുവാഞ്ച എന്ന് പറയുന്ന ഒരു ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒത്തിരി ദാരിദ്ര്യമുള്ള വൈദ്യുതി ഇല്ലാത്ത സുലഭമായി ജലം ലഭിക്കാത്ത അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾ ഉഗാണ്ടയിൽ കടന്നുപോയത്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഉഗാണ്ടയിലേക്കാണ്, പാസ്റ്റർ കൂടെയാണ് ആദ്യമായിട്ട് ആഫ്രിക്കയിൽ വരുന്നത്. പാസ്റ്റർ ഓർക്കുന്നുണ്ടാകും, വെളുപ്പിന് ഞങ്ങളവിടെ രാത്രി എത്തിയതിന് ശേഷം വെളുപ്പിന് 3 മണിയായപ്പോൾ നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനിരുന്നു. 1.5-2 മണിക്കൂറോളം ഞാനിരുന്ന് കരയുമായിരുന്നു. പാസ്റ്റർ ഓർക്കുന്നു, ആ സമയത്തിരുന്ന് കരയുമായിരുന്നു. പ്രാർത്ഥിക്കാനിരുന്ന സമയത്തെല്ലാം ഇരുന്ന് കരയുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പാസ്റ്റർ ഇന്ത്യയിലേക്കും ഞാൻ തിരിച്ച് US പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചത്. ശരിക്കും യഥാർത്ഥത്തിൽ ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കർത്താവിനോട് കേട്ട ദൂതുകളെ ഓർമ്മിപ്പിക്കാനും എല്ലാം കർത്താവ് ഇടയാക്കി. അങ്ങനെയാണ് ആഫ്രിക്ക എന്നുള്ളൊരു വിഷൻ തുടങ്ങിയത്, മനസ്സിൽ തുടങ്ങിയത്. പക്ഷേ കുറച്ച് സമയമെടുത്തു. ഞാൻ കെനിയയിൽ നിന്നൊരു ആളെ പരിചയപ്പെടുന്നത് വരേക്കും എനിക്ക് പാസ്റ്റർക്ക് ആഫ്രിക്കയിൽ ഒരുപാട് പാസ്റ്റേഴ്സുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഞാൻ പാസ്റ്റർ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഞാൻ പാസ്റ്ററുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പാസ്റ്റർ സ്പിരിച്വൽ സണ്ണാണ്. ആ സമയങ്ങളിലെല്ലാം എൻ്റെ ആഗ്രഹം പാസ്റ്ററിലൂടെ അത് കണക്റ്റ് ചെയ്യാമെങ്കിലും എനിക്ക് ആരും അറിയാത്ത ഒരാൾ, എനിക്ക് പരിചയമുള്ള ആരും അറിയാത്ത ഒരാളെ ദൈവം എൻ്റെ അടുത്ത് അയക്കുകയും ആൾ വഴി ഒന്ന് ആഫ്രിക്കയിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ എൻ്റെ വിളി കൺഫേം ആകും. ആഫ്രിക്കയെക്കുറിച്ച് എന്നോട് പറഞ്ഞ ദൂതുകളും പ്രവചനങ്ങളും എല്ലാം സത്യമാണ് എന്ന് എനിക്കൊരു ബോധ്യം കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഒരാളെ അമേരിക്കയിൽ വെച്ച് കണ്ടുമുട്ടി. ഒരു IT എഞ്ചിനീയറാണ്, ജോർജ് എന്നാണ് പേര്. അദ്ദേഹം കെനിയക്കാരനാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്നെ പിന്നീട് കെനിയയിലേക്ക് കൊണ്ടുപോകുന്നത്. ഉഗാണ്ടയിൽ പോയി ഞാൻ തിരിച്ച് US വന്നു. അതിനുശേഷം ഒരു 1.5 വർഷത്തെ ഗ്യാപ്പുണ്ട്. കെനിയയ്ക്ക് പോകുന്ന 1.5 വർഷത്തെ ഗ്യാപ്പുണ്ട്. അതിനുശേഷം കെനിയയിൽ ആണ് ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ കർത്താവ് ബൈബിൾ സ്കൂൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിൽ തന്നു. അന്ന് നമ്മൾ ഒരുമിച്ച് പാസ്റ്ററും വേറെ 2 ദേവദാസന്മാരും ഒരുമിച്ച്, ഞങ്ങൾ 4 പേര് ഒരുമിച്ച് ഒരു 21 ഡേയ്സ് ബൈബിൾ സ്കൂൾ കെനിയയിൽ ചെയ്തു. അതും ഒരു ഇൻറ്റീരിയർ പ്ലേസ് ആണ്. കിസുമോയിൽ നിന്ന് നമ്മൾ ഒരു 2 മണിക്കൂർ ഒരു ഗോഗോ ഒരു ഗ്രാമം. അതെ, അവിടെയും ഈ പറഞ്ഞതുപോലെ വൈദ്യുതി ഒന്നുമില്ല, വെള്ളമില്ല. വെള്ളം പറഞ്ഞാൽ നല്ല ശുദ്ധജലത്തിൻ്റെ അതിൻ്റെ ഒരു സുലഭതയില്ല. അതെ, പാസ്റ്റർ ഓർക്കുന്നുണ്ടാവും, നമ്മൾ താമസിച്ച വീടും എല്ലാം ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിരുന്നത് മഴവെള്ളം പിടിച്ച് കിട്ടുന്ന വെള്ളമാണ്. ഞങ്ങൾ കുളിക്കാനും എല്ലാം, കുടിക്കാൻ മാത്രം ഞങ്ങൾ ടൗണിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നു. ബാക്കി ഞങ്ങൾ കുളിക്കാനും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മഴവെള്ളമാണ്. വെള്ളം പിടിച്ചു വെച്ചിട്ട് അതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവിടെയുള്ള ഗ്രാമങ്ങളിലെ റോഡുകളൊന്നും ബ്ലാക്ക് ടോപ്പ് ഉള്ളത് ഒന്നുമില്ല, ടാറിങ് റോഡുകളൊന്നുമില്ല. വളരെ ബുദ്ധിമുട്ടാണ്. കെനിയയിലും ഈ രാജ്യങ്ങളിലെല്ലാം, ടാൻസാനിയ, കെനിയ, നമ്മൾ ഈ പട്ടണങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എന്നാൽ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഗ്രാമങ്ങൾ ഇതുവരെയും വികസിതമായിട്ടില്ല. എല്ലായിടങ്ങളിലും നല്ല റോഡ്സോ സംവിധാനങ്ങളോ ഫോൺ സൗകര്യം എല്ലായിടത്തും കിട്ടുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ പല സ്ഥലങ്ങളിലും, ഭൂരിപക്ഷം സ്ഥലങ്ങളിലും ഇല്ല എന്നതാണ് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ. എന്നാൽ ആഫ്രിക്കയ്ക്ക് വലിയ മാറ്റം ഉണ്ടാകും. കെനിയയിൽ വന്നു. അതിനുശേഷം പിന്നീട് പല രാജ്യങ്ങളിൽ പോയില്ലേ? റുവാണ്ടയിൽ പോയി. ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി? റുവാണ്ട, കെനിയ, റുവാണ്ട, ഉഗാണ്ട, ബറുണ്ടി, എത്യോപ്യ, സാംബിയ, പേരുകളെല്ലാം ഓർക്കുന്നില്ല. ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര പോയി. ഇപ്പൊ അവസാനം ടാൻസാനിയയിലെത്തി. തൻസാനിയയിൽ വരുമ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. കെനിയ ആയിരുന്നു
മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത്, കെനിയെക്കുറിച്ചൊരു ദൂത് കേട്ടിരുന്നത് കൊണ്ട് കെനിയായിരുന്നു മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അറിയാതെ ഇവിടെ വന്ന് എത്തിപ്പെടുകയായിരുന്നു. ടാൻസാനിയയിൽ ദൈവത്താൽ അയക്കപ്പെട്ടു. അപ്പോൾ ഈ അമേരിക്കയിൽ എല്ലാ സൗകര്യങ്ങളിലുമായിരിക്കുന്നു. വർഷങ്ങളായിട്ട് അമേരിക്കയിലല്ലേ? അതെ, ഞാൻ 22 എൻ്റെ ഓർമ്മ, 22 വർഷമായിട്ട് അമേരിക്ക. 22 വർഷമായിട്ട് അമേരിക്കയിലാണ്. അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ, അതെ, നമ്മളിപ്പോൾ റുവാഞ്ചയിൽ പോയി, അതെ, അപ്പോൾ അവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ച് അറിയാമല്ലോ. അതെ. അപ്പോൾ കിസുമോയിൽ പോയി. അതെ. അപ്പോൾ ഇങ്ങനെ ഈ ദീർഘദിവസങ്ങൾ, ഇപ്പോൾ മാസങ്ങളല്ലേ ഇവിടെ വന്ന് 4 മാസമായി. 4 മാസമായിട്ട് ഇപ്പോൾ ടാൻസാനിയയിലാണ്. 4 മാസമായിട്ട്. അപ്പോൾ ഈ ഇവിടെ ഇപ്പം ഈ ക്യാമ്പസിൽ ഈ അടുത്ത ദിവസങ്ങളിൽ സൗകര്യമുണ്ട്. എന്നാൽ ഇതുവരെയും ഇത് പണി തീരുന്നിടം വരെ ഇത് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ആധുനികമാകുന്ന ഒത്തിരി സൗകര്യങ്ങൾ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇവിടുത്തെ ടോയ്ലറ്റ്സൊക്കെ, ഇവരുടെ ഗ്രാമങ്ങളിലെ ടോയ്ലറ്റ്സ് വ്യത്യസ്തമാണ്. നമ്മുടെ പണ്ടുകാലത്ത് നാട്ടിലുണ്ടായിരുന്നത് പോലെ ജസ്റ്റ് കുഴികൾ മാത്രമാണ്. അങ്ങനെയുള്ള ടോയ്ലറ്റ്സ് ഞാനും റുവാഞ്ചയിലൊക്കെ ആയിരുന്നപ്പോൾ അങ്ങനെയുള്ളിടത്ത് പോകേണ്ടതായിട്ട് വേറെ നമുക്കൊരു ഉപാധിയില്ലല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മാറ്റം നമുക്ക് അവിടെ ലഭിക്കുന്ന ആധുനിക വലിയ സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളാണ് സൗകര്യങ്ങളുമായുള്ള ബന്ധത്തിൽ. നമ്മൾ കിടന്നുറങ്ങുന്നതും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രഭാത കൃത്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സൗകര്യങ്ങളുമൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഇവിടുത്തെ ഗ്രാമീണമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അതിനോട് എങ്ങനെ യോജിക്കാൻ കഴിഞ്ഞു? അതൊരു ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിനോടുള്ള പാഷൻ, നമ്മൾ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ ചെയ്യാനിത് ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളതിനെക്കുറിച്ച്, നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് നമ്മളങ്ങ് മറന്നു പോകും. നമ്മുടെ സൗകര്യങ്ങൾ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യമല്ലാതെ ഇരിക്കും. എന്ത് വില കൊടുത്തും നമുക്ക് കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ, കർത്താവ് പറയുന്ന കാര്യങ്ങൾ, യേശു പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു ഹൃദയത്തിലൊരു ഭയങ്കര ഒരു താല്പര്യം വരും. ഞാനത് മനസ്സിലാക്കിയത്, ഞാൻ യൂറോപ്യൻ മിഷണറിമാർ ഒരുപാട് പേര് ഇവിടെ ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മളിപ്പം വന്നിരിക്കുന്ന ഒത്തിരി ആധുനിക സംവിധാനങ്ങളുള്ള സമയമാണ്. എന്നാൽ ഇതിനു മുന്നമേ ഒരു 70-80 വർഷങ്ങൾക്ക് മുന്നമേ പോർച്ചുഗീസിൽ നിന്നുള്ള മിഷണറിമാര്, ഫിൻലൻഡിൽ നിന്നുള്ള മിഷണറിമാര്, സ്വീഡനിൽ നിന്നുള്ള മിഷണറിമാര്, അവരെല്ലാം വന്ന് ഇവിടെ വന്ന് താമസിച്ചിട്ട് പിന്നെ അവർ ഇവിടെ തന്നെ മരിച്ചു. അതെ, അവർ പോയില്ല. അവരുടെ ജനറേഷൻസ് വരെ പോയിട്ടില്ല. അതെ. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ വില കൊടുത്തിട്ടില്ല. നമ്മൾ വില കൊടുത്തിട്ടില്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം അവർ അത്രയും, ഞാൻ പാസ്റ്ററോട് അത് ഷെയർ ചെയ്തു, അവർക്ക് യേശുവിനോടുള്ള സ്നേഹം അത്രമേൽ ഉണ്ടായിട്ടാണ് അവർ അത്രയും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുടുംബത്തിൻ്റെ സൗകര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ സൗകര്യങ്ങൾ ഒന്നിനും കോട്ടം വരരുത് എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുക എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യില്ല. പക്ഷേ യൂറോപ്പിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഉള്ള മിഷണറിമാർ ഇതിനെല്ലാം തയ്യാറാണ്. അവരെല്ലാം തയ്യാറാണ്. പിന്നെ അവരവിടം വിട്ട് ഇവിടെ വരുമ്പോൾ, അന്നത്തെ കപ്പലിലല്ലേ വരുന്നത്, മാസങ്ങളെടുത്ത് യാത്ര ചെയ്താ വരുന്നത്. വന്നതിന് ശേഷം പിന്നെ അവരുടെ ബന്ധുക്കളുമായിട്ട് പപ്പായോടോ മമ്മിയോടോ ബന്ധപ്പെടാൻ ഒരു വഴിയുമില്ല, ഒരു മാർഗവുമില്ല. ഇന്നാണെ നമ്മൾ ഒരു ദിവസം തന്നെ 10 പ്രാവശ്യം വൈഫിനെയും മക്കളെയെല്ലാം വിളിക്കും, പരിചയമുള്ളവരെല്ലാം വിളിക്കും. അന്ന് ഫോണില്ല, ഇമെയിലില്ല, വീഡിയോ കോളില്ല, ഫേസ് ടൈം ഇല്ല. അപ്പോൾ ഒരിക്കൽ സ്വീഡൻ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ കത്തുകളിലൂടെ ഉള്ള ബന്ധമാണ്. ഈ ഇവിടെ നിന്ന് അയക്കുന്ന കത്ത് അവിടെ കിട്ടാൻ വേണ്ടി 2 മാസം എടുക്കും. അവിടെ നിന്ന് പിന്നെ ഒരു മറുപടി വരുമ്പോൾ 2 മാസം എടുക്കും. അങ്ങനെ ത്യാഗം ചെയ്യുവാൻ വേണ്ടി അവർ തയ്യാറായപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ ഈ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ലജ്ജാകരമാകുന്ന കാര്യമാണ്. എങ്കിലും ദയവായി നിങ്ങൾ ക്ഷമിക്കുക. ഈ തലമുറയിൽ ഇന്നത്തെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അന്നത്തെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരത് സാക്രിഫൈസ് ചെയ്യുവാൻ തയ്യാറായി. ഇന്നത്തെ സാഹചര്യങ്ങളുമായുള്ള ബന്ധത്തിൽ ചെറിയ കാര്യമാണെങ്കിൽ പോലും, പറയുമ്പോൾ ലജ്ജാകരമെന്ന് തോന്നുന്നു എങ്കിൽ പോലും, ഇന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ത്യജിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ നല്ല ഫലങ്ങൾ ലഭിക്കത്തുള്ളൂ. അതാണ് കണ്ടത് അല്ലേ? വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനൊരു ചില കാര്യങ്ങൾ ത്യജിക്കാൻ തയ്യാറായതുകൊണ്ടാണ് നല്ല ഫലങ്ങൾ കാണാൻ കഴിഞ്ഞത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമെന്നാണ് വചനം പറയുന്നത്.
വാ. അപ്പോൾ ആ സഹിഷ്ണുത നമ്മുടെ മേലുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മളതിന് തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് ആ വാഗ്ദത്തം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിലും പലർക്കും ഇങ്ങനെയുള്ള വിളികളൊക്കെ ഉണ്ട്. ചിലർക്ക് നല്ല വ്യക്തമായിട്ടുള്ള കോളിങ്സ് ഉണ്ട്, ചില ദേശങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ പോകുവാൻ വേണ്ടി. പക്ഷെ അവർ പോകുന്നില്ല. പോകാത്തത് അവരുടെ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരും. പിന്നെ സൗകര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് അനേകർ പോകുന്നില്ല. എന്നാൽ ഈ കാര്യങ്ങളെയൊക്കെ അതിജീവിച്ച് ഇവിടെ വരാൻ വേണ്ടി കാണിച്ച ആ ഉത്സാഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം ഇപ്പോൾ ടാൻസാനിയയിൽ കഴിഞ്ഞ 3 വർഷം അല്ലേ? ഓൾമോസ്റ്റ് 2.5 കഴിഞ്ഞു, 3 വർഷത്തിൽ 2.5 വർഷത്തിലധികമായിട്ട് ടാൻസാനിയയിൽ പ്രവർത്തിക്കും. അപ്പോൾ ഇവിടെയുള്ള ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ടാൻസാനിയയിൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ എന്താ മനസ്സിലാക്കിയത്? ഇവിടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശക്തമായിട്ട് ദൈവവചനം ശുശ്രൂഷിക്കുന്നവർ വളരെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞൊരു തലമുറയിൽ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ട ആളുകളുണ്ട്. ഈ കാലഘട്ടത്തിൽ കുറച്ച് കുറഞ്ഞാണ് അതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും ഒരുപാട് പേരെ ദൈവം അയക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ടൗണുകൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചർച്ചുകൾ വളരെ കുറവാണ്. അതുപോലെ ഇവിടെ കൂടുതലുള്ളത് ആംഗ്ലിക്കൻസും ലൂതറൻസുമാണ്. ഇവിടെ ക്രിസ്ത്യാനിറ്റി നല്ലൊരു പെർസെൻറ്റേജ് നമ്മൾ വിക്കിപീഡിയയൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണുന്നുണ്ടെങ്കിലും അതിനകത്ത് മെജോറിറ്റി കാത്തലിക്സും പിന്നീട് ആംഗ്ലിക്കൻസും ലൂതറൻസുമാണ്. പെന്തിക്കോസ്റ്റൽസ് കുറവാണ്. നമ്മുടെ ആ ഒരു വിശ്വാസപ്രകാരമുള്ള ആളുകൾ വളരെ കുറവാണ്. അങ്ങനെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഞാൻ ഒട്ടുമില്ലെന്നല്ല പറയുന്നത്, കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു പ്രവർത്തനത്തിനുള്ള ഒരു മേഖല ഓപ്പണാണ്. അപ്പോൾ ഈ നാമധേയ സഭകളെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ആളുകളിൽ പല ഇവരിലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും മദ്യപിക്കും. ഇവരുടെ എല്ലാം ജീവിത രീതികൾ വ്യത്യസ്തമാണ്. നമ്മൾ ഗ്രാമങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളെ എല്ലാം കയ്യിൽ വെച്ചിരിക്കുന്ന ചെറിയ പെൺകുട്ടികളെ എല്ലാം കാണാം. അപ്പോൾ അങ്ങനെ ഒരു ശോചനീയമായ ഒരു അവസ്ഥ ഇവിടെയുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണത്. അപ്പോൾ അങ്ങനെയെല്ലാം കാണുമ്പോൾ നമ്മുടെ മനസ്സ് തകർന്നു പോകുന്ന ചില കാരണങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു തലമുറയെ ദൈവവചനത്തിൽ പഠിപ്പിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും കൊണ്ടുപോകാനായിട്ട് ദൈവം കുറേ പേരെ എഴുന്നേൽപ്പിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു ഐക്യപ്പെടൽ ഇവിടെ ഉണ്ടായതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന ബോധ്യമെന്ന് പറയുന്നത് ഒരു കൂട്ടം യൗവനക്കാരെ വരും തലമുറയിൽ എല്ലാ മേഖലയിലും പ്രാപ്തിയുള്ളവരായി എഴുന്നേൽപ്പിക്കുക. അതെ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുക, അവരെ എല്ലാ മേഖലയിലും പ്രാപ്തരാക്കുക. അതാണ് കർത്താവ് നൽകിയിരിക്കുന്ന ഒരു ബോധ്യം. അതുകൊണ്ടാണ് ഇവിടെ ഈ ട്രെയിനിങ് സെൻറ്റർ ആരംഭിച്ചിരിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ, ഈ ട്രെയിനിങ് സെൻറ്ററിനെ ഏറ്റവും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ആഫ്രിക്കയിൽ ഒരു വലിയ പരിശുദ്ധാത്മ ചലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പാസ്റ്റർ ബെനിഹിൻ അവറുകൾ നേതൃത്വം കൊടുത്ത ഉഗാണ്ടയിലെ ക്രൂസൈഡിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ആ ക്രൂസൈഡിന് ശേഷം പാസ്റ്റർ ബെനിഹിൻ അവറുകളോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ആഫ്രിക്കയെ പാസ്റ്റർ ബെനിഹിൻ്റെ കരങ്ങളിൽ നൽകിത്തരാമെന്ന്. അതുകൊണ്ടാണ് ഇനിയും പല ക്രൂസൈഡുകൾ എത്യോപ്യയിലും സിംബാബ്വേയിലും എല്ലാം ക്രൂസൈഡുകൾ നടക്കാൻ പോകുകയാണ്. അതെല്ലാം വ്യക്തമാക്കുന്നത് ഒരു വലിയ പരിശുദ്ധാത്മ ചലനം ആഫ്രിക്കയിൽ മുഴുവൻ സംഭവിക്കുവാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന പാസ്റ്റർ നിബിൻ എബ്രഹാമിൻ്റെ പക്കൽ കർത്താവ് ചില രാജ്യങ്ങളെ നൽകിയിരിക്കുകയാണ്. നിങ്ങളൊക്കെ ചോദിക്കണം, നിങ്ങളുടെ ദേശങ്ങളെ കർത്താവ് നൽകി തരാൻ പോവുകയാണ്. നിങ്ങളായിരിക്കുന്ന ആ സ്ഥലത്തെ കർത്താവ് നിങ്ങളുടെ കയ്യിൽ നൽകിത്തരും. നിങ്ങളെപ്പോലെ അനേകരെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ആ കൂട്ടത്തിൽ നിങ്ങൾക്കും അതിനകത്തൊരു പങ്കാളിത്തം നൽകി തരികയാണ്. ഞാൻ വിശ്വസിക്കുന്ന ടാൻസാനിയയെ കർത്താവ് പാസ്റ്റർ നിബിൻ എബ്രഹാമിൻ്റെ കരങ്ങളിൽ നൽകിയിരിക്കുകയാണ്. ഞങ്ങളും അത് വിശ്വസിക്കുന്നു. മറ്റ് പല രാജ്യങ്ങൾ, അതെ, നമ്മൾ കെനിയയിൽ മീറ്റിംഗ് നടത്തുമ്പോൾ പാസ്റ്റർ ഓർക്കുന്നു, 5 രാജ്യങ്ങളിലെ ദൈവദാസന്മാർ അതിനകത്ത് വന്നിരുന്ന് വചനം പഠിച്ചു. 5 രാജ്യങ്ങളിൽ നിന്ന്, കെനിയയിൽ നിന്ന്, ഉഗാണ്ടയിൽ നിന്ന്, റുവാണ്ടയിൽ നിന്ന്, ബറൂണ്ടിയിൽ നിന്ന്, തൻസാനിയയിൽ നിന്ന്. ഈ 5 രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഞങ്ങൾക്ക് സാധ്യമായത് ഈ ബൈബിൾ സ്കൂളിന് ശേഷമാണ്. വാതിലുകൾ തുറക്കുന്നത് ദൈവം നമ്മളോട് പറയുന്നത് നമ്മൾ അനുസരിക്കുന്നതനുസരിച്ചാണ്. ഉഗാണ്ടയിൽ നിന്ന് തിരിച്ചു ചെന്ന് കെനിയയെക്കുറിച്ച് പണ്ട് കേട്ട 2013 ഞാൻ കേട്ട വാഗ്ദത്തത്തെക്കുറിച്ച് 2017 തിരിച്ചു തന്നിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കെനിയയിൽ അയച്ചു.
കെനിയയിൽ പ്രവർത്തിച്ച 1.5 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് ഒരു ബൈബിൾ സ്കൂൾ ചെയ്യണമെന്ന് കർത്താവ് പറയുന്നത്. അതിന് 5 രാജ്യങ്ങളെ വെച്ച്, ഈ 5 രാജ്യങ്ങളെ വെച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ്, അതൊരു ദൂതായിട്ട് ഒരു പ്രവാചകനിലൂടെ വന്നതല്ല, പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തന്നു. കെനിയയ്ക്കും ഉഗാണ്ടയ്ക്കും റുവാണ്ടയ്ക്കും ബറൂണ്ടിക്കും തൻസാനിയയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഈ 5 രാജ്യങ്ങളെ വെച്ച് കുറച്ച് മാസങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ ബൈബിൾ സ്കൂൾ വന്നപ്പോൾ ആ ബൈബിൾ സ്കൂളിൽ ഈ 5 രാജ്യങ്ങളിൽ നിന്നും, 5 നേഷൻസിൽ നിന്നുള്ള ആളുകൾ അതിൽ പങ്കെടുത്തു. അപ്പോൾ ആദ്യം ചെയ്തത് ദീർഘസമയങ്ങൾ പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുകയായിരുന്നു. വർഷങ്ങൾ പ്രാർത്ഥനയിൽ. വർഷങ്ങൾ. എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്തോ ചെയ്യാൻ ഇപ്പം, അപ്പം എന്നോട് പറയുന്നത് 40 ദിവസം ഉപവാസത്തിലാണ്. പിന്നെ ഒരിക്കൽ വിളിക്കുന്നുണ്ട്, എന്തോ ചെയ്യാനിപ്പോൾ 40 ദിവസം ഉപവാസം. എത്ര 40 ദിവസം ഉപവാസമാണ്? ഞാൻ വിചാരിച്ചു ഇത് എന്തെങ്കിലും കുഴപ്പം വരുമോ എന്ന്. ഒരു വർഷം തന്നെ പലവട്ടം 40 ദിവസം ഉപവസിക്കുന്നു. ഞാൻ അന്നേരം പ്രത്യേകം ചോദിക്കുന്നത് എന്തോ കുടിക്കുന്നെന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ അന്നേരം എന്നോട് പറയുമായിരുന്നു ഏതാണ്ടൊരു ജ്യൂസോ അങ്ങനെ മാത്രമേ ഉള്ളൂ. ആ സമയങ്ങളിലെല്ലാം രാത്രി ഇരുന്ന് പ്രാർത്ഥനയാണ്. രാത്രി മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിക്കുന്നു. 40 ദിവസം ഉപവാസം, പിന്നെ 40 ദിവസം ഉപവാസം, പിന്നെ അടുത്ത 40 ദിവസം ഉപവാസം. ഇതെല്ലാം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചതിൻ്റെ ഫലമായിട്ടാണ് വാതിലുകൾ തുറക്കപ്പെട്ടത്. അപ്പോൾ വാഗ്ദത്തം ഒരാൾക്കുണ്ടെങ്കിൽ പോലും കോളിംഗ് ഉണ്ട്. കെനിയയിൽ പോകുവാൻ വേണ്ടി കോളിംഗ് ഉണ്ട്. പക്ഷേ അതിനുവേണ്ടി ഒരു ഒരുക്കം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. 8 മണിക്കൂർ കണ്ടിന്യൂസ്ലി രാത്രി ഓൾ നൈറ്റൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 8 മണിക്കൂർ അന്യഭാഷയിൽ 8. ഇത് കേൾക്കണം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആ അന്യഭാഷയിൽ രാത്രിയിൽ ഇരുന്ന് 8 മണിക്കൂർ തുടർമാനമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് എല്ലാം നാക്കെല്ലാം സ്ട്രക്കായി പോകും. പറഞ്ഞു പവർ വന്നിട്ട് നാക്ക് സ്ട്രക്കായി പോകും. ഇടയ്ക്ക് ആത്മവിശ്വതയിൽ പോകും. അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പം ഇരുന്ന് പ്രാർത്ഥിക്കും. പിന്നെയും പ്രാർത്ഥിക്കുക, വിടാതെ വെച്ച് പ്രാർത്ഥിക്കും. ഒരു കാലഘട്ടങ്ങളിലെല്ലാം 1 മണി തൊട്ട് 6:30 വരെ കണ്ടിന്യൂസ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു സമയത്ത് എല്ലാ ദിവസവും രാത്രി 1 മണി മുതൽ രാവിലെ 6:30 വരെ നോൺ സ്റ്റോപ്പായിട്ട് തുടർമാനമായി പ്രാർത്ഥിക്കുമായിരുന്നു. തുടർമാനമായിട്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. അതെ. ഈ വാഗ്ദത്തം പ്രാപിക്കാനുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നത് അതിനുള്ള ഏറ്റവും വലിയ കീയാണ് അന്യഭാഷയിൽ നിർത്താതെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. നിർത്താതെ മണിക്കൂറുകൾ അന്യഭാഷ പറയുക എന്നുള്ളത്. ആ സമയങ്ങളിൽ ആത്മമണ്ഡലം ചലിക്കുകയാണ്. നിങ്ങൾ പോലും അറിയാതെ ആത്മമണ്ഡലം ചലിക്കുകയാണ്. വാതിലുകൾ തുറക്കപ്പെടും. രാജ്യങ്ങളിലേക്കുള്ള വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നിടുക. അപ്പോൾ തന്നെ ആയിരിക്കില്ല, ആ ദിവസം തന്നെ ആയിരിക്കില്ല റിസൾട്ട് കാണുന്നത്. പക്ഷേ നിങ്ങൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ഓരോ വാതിലുകളും ഓരോ രാജ്യങ്ങളും തുറക്കപ്പെടുന്നു. 2025 നിങ്ങൾ നോക്കിയ ഈ ചർച്ച്, ഇപ്പോൾ ഈ ചർച്ച് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ചർച്ച് ഇവിടെയുള്ള ഈ ക്യാമ്പസ്, ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 4 ഏക്കറിലധികമുള്ള ഈ ക്യാമ്പസ്, ഇവിടെ സ്റ്റുഡൻസ് ഡോർമെറ്ററി ഉണ്ട്, ബോയ്സ് ഡോർമെറ്ററി ഉണ്ട്, ഗേൾസ് ഡോർമെറ്ററി ഉണ്ട്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഡോർമെറ്ററി ഉണ്ട്, പാസ്റ്റേഴ്സ് റെസിഡൻസ് ഉണ്ട്, സ്റ്റാഫ് റെസിഡൻസ് ഉണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. വളരെ അത്ഭുതകരമാണ്. ഇപ്പോൾ ഒരാൾ വന്ന് പെട്ടെന്ന് കാണുമ്പോൾ ഇതെല്ലാം കൂടെ കാണുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കും. പക്ഷേ ഇപ്പോൾ പറഞ്ഞ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കിയോ? തുടർമാനമായിട്ട് ചില സമയങ്ങളിൽ തുടർമാനമായിട്ട് രാത്രി 1 മണി മുതൽ രാവിലെ 6:30 വരെ തുടർമാനമായിട്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ചില രാത്രികളിൽ 8 മണിക്കൂർ നിർത്താതെ പ്രാർത്ഥിക്കുന്നു. ആവർത്തിച്ച് ഉപവസിക്കുന്നു. ഇങ്ങനെ വർഷങ്ങൾ ആത്മതലങ്ങളിൽ സമയം ചിലവഴിച്ചതിൻ്റെ ഫലമായിട്ടാകുന്നു ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായി തീർന്നത്. വലിയ പദ്ധതികൾ, ഈ ശബ്ദം കേൾക്കുന്ന അനേകരെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്കനുസരിച്ച് അവർ ഒരുക്കപ്പെടണം. അതെ. വേറെ ആരെങ്കിലും ചെയ്തത് കണ്ടത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാതെ നിങ്ങളെക്കുറിച്ചുള്ള ദൈവപദ്ധതി എന്ത് അത് മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് ദൈവസാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടപ്പിലാകുകയുള്ളൂ. ഞാൻ പാസ്റ്ററെ കാണുന്ന സമയത്ത്, പാസ്റ്റർ അടുത്ത് വരുന്നത്, പാസ്റ്ററോട് മെൻറ്റർ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് പാസ്റ്റർ അടുത്ത് വരുന്ന സമയത്ത് ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ അടുത്തൊരു പാസ്റ്റർ ഫിനി സ്റ്റീഫൻ ആകാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആ സമയങ്ങളിൽ പാസ്റ്റർ എപ്പോഴും പറയായിരുന്നു ഇനിയൊരു ഫിനി സ്റ്റീഫൻ്റെ ആവശ്യമില്ല എന്ന്. ആദ്യം എനിക്കത് മനസ്സിലായില്ല. പിന്നീട് എനിക്കത് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ കർത്താവിനോട് ചോദിച്ചത്, യേശുവിനോട് ഞാൻ ചോദിച്ചു, എന്താണ് എന്നോടുള്ള ദൈവത്തിൻ്റെ പദ്ധതി? ആ പദ്ധതിക്ക് വേണ്ടി
ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ചോദിക്കാൻ തുടങ്ങി, ആ പദ്ധതി നിവൃത്തിയായി കാണണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങി. നമുക്ക് മെൻറ്റർഷിപ്പ് ആവശ്യമാണ്, നമ്മളെ മെൻറ്റർ ചെയ്യാൻ മെൻറ്റേഴ്സ് ആവശ്യമാണ്. അവർ മെൻറ്റർ ചെയ്യും, നമ്മൾ അവരെ മെൻറ്റർ ചെയ്യുന്നത്, അവർ മെൻറ്റർ ചെയ്യുന്നത് നമ്മൾ അവരെ പോലെ ആകാനല്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഐഡൻറ്റിറ്റിയിൽ നമ്മളെ എത്താൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ് മെൻറ്റേഴ്സ്. അങ്ങനെ ഒരാളിനെ ദൈവം ആ വ്യക്തിയെക്കുറിച്ചുള്ള പദ്ധതിയിൽ എത്തിച്ചേർക്കും. അപ്പം അതിനകത്ത് പല ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ഉണ്ട്. ഞങ്ങളൊക്കെ മെൻറ്റേഴ്സ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു ഡെസ്റ്റിനി ഹെൽപ്പേഴ്സാണ്. ഒരാളിനെ ഡെസ്റ്റിനിയിൽ എത്തിക്കാൻ വേണ്ടി ദൈവം കൊണ്ടുവരുന്ന നമുക്ക് തരുന്ന ബന്ധങ്ങളാണ്. ഇപ്പം എല്ലാം ബന്ധങ്ങളിലൂടെയാണ് എപ്പോഴും ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത്. ബുറണ്ടിയിൽ പോയത് ബന്ധം ലഭിച്ചതുകൊണ്ടല്ലേ, കെനിയയിൽ പോയത് ബന്ധം ലഭിച്ചതുകൊണ്ടല്ലേ, ഉഗാണ്ടയിൽ വന്നത് ബന്ധം ആരോടോ ബന്ധം ഉള്ളതുകൊണ്ടല്ലേ, തീർച്ചയായിട്ടും. അതിനുശേഷം ഈ ടാൻസാനിയയിൽ വന്നതും ചില ബന്ധങ്ങളല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ ദൈവം ചില ബന്ധങ്ങൾ നമുക്ക് നൽകി തരും. ആ ബന്ധങ്ങളെ വിലപിടിപ്പുള്ളതായിട്ട് നമ്മൾ കാണുകയും ആ ബന്ധങ്ങൾ നമുക്ക് സഹായകരമാണ്. ഡെസ്റ്റിനി ഹെൽപ്പിന് വേണ്ടിയുള്ള ദൈവം തരുന്ന ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളെ നിലനിർത്തുകയും അതിൽ കൂടെ നമ്മളെക്കുറിച്ചുള്ള ദൈവപദ്ധതിയാണ്. അതാണ് പാസ്റ്റർ നിബിൻ എബ്രഹാമിനെ കുറിച്ച് കർത്താവ് ആഫ്രിക്കയാണ് കണ്ടിരുന്നത്. ആഫ്രിക്കയ്ക്ക് വേണ്ടിയാണ് കർത്താവ് ഒരുക്കിയിരുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് ലഭിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. പ്രാർത്ഥിച്ച് കർത്താവ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ സ്വപ്ന നിവർത്തീകരണം പോലെയാണ്. തീർച്ചയായിട്ടും. സ്വപ്ന നിവർത്തീകരണം എന്നുള്ളതിലും ഉപരി ഇപ്പോഴും സ്വപ്നത്തിലാണ് കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച്. നിവർത്തീകരണമാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ. നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മൾ സ്വപ്നം കാണുവാണ്. കാര്യം ഇത് സ്വപ്നം കാണുമല്ല, ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും നമ്മൾ സ്വപ്നത്തിലാണോ എന്ന് നമുക്ക് സംശയം തോന്നും ഇടയ്ക്ക്. ഇതിങ്ങനെ നടന്നത് എങ്ങനെ എന്ന് നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. വാ, ദൈവത്തിന് മഹത്വം. പക്ഷേ ആ സ്വപ്ന നിവർത്തീകരണത്തിൻ്റെ നടുവിൽ ഒരുപാട്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ജോസഫിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നു. അപ്പോൾ ജോസഫ് കടന്നുപോയ ഒരുപാട് പടികളുണ്ട്. ജോസഫ് പകയ്ക്കപ്പെട്ടു, ജോസഫ് കൊള്ളയടിക്കപ്പെട്ടു, ജോസഫ് പൊട്ടക്കിണറ്റിൽ വീഴ്ത്തപ്പെട്ടു, ജോസഫ് 2 പ്രാവശ്യം വിൽക്കപ്പെട്ടു, ജോസഫ് ചെയ്യാത്ത പാപത്തിന് കുറ്റക്കാരനായി തീർന്നു, ഫോൾസ്ലി അക്യൂസ്ഡ് എന്നാണ്. ജോസഫ് ബന്ധുക്കളിൽ നിന്ന് ദൂരെ മാറി പാർക്കേണ്ടതായിട്ട് വന്നു. ജോസഫിനെ എല്ലാവരും മറന്നുപോയി. ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത ആ പാനപാത്രവാഹകൻ അദ്ദേഹം മറന്നുപോയി. എല്ലാറ്റിലുപരിയായിട്ട് മറ്റൊരു രാജ്യത്ത്, വിദേശ രാജ്യത്ത് ഏകനായിട്ട് തുടരേണ്ടതായിട്ട് വന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കടമ്പകൾ ട്രയൽസിലൂടെ കടന്നുപോയി. ഈ ട്രയൽസിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മിസ്സായി പോകാമായിരുന്നു. തീർച്ചയായിട്ടും പോകാമായിരുന്നു. പല സമയങ്ങളിലും മനസ്സിൽ അങ്ങനെ പലതും തോന്നിയിട്ടുണ്ട്. അതില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പല സമയങ്ങളിലും ഇവിടെ ഈ പാസ്റ്റർ പറഞ്ഞ എല്ലാ കാര്യങ്ങളിൽ കൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോൾ വീഡിയോ കൂടെ ഇപ്പോൾ എല്ലാം അത് നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാൻ സാധിക്കില്ല. ഇത് നമ്മൾ ചെയ്തു തുടങ്ങിയതിന് ശേഷം ഒരുപാട് പ്രാവശ്യം ഒരുപാട് അപകടങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് അതിന് ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് തട്ടിയെടുക്കാൻ ആൾക്കാർ നോക്കിയിട്ടുണ്ട്. ഇത് ഒരു പ്രാവശ്യം ഈ ലാൻഡ് ഇതെല്ലാം കൂടി തട്ടിയെടുത്ത് വേറൊരാൾ കൊണ്ടുപോകാൻ നോക്കി. അതിനുശേഷം അത് ഗവൺമെൻറ് തലത്തിലെല്ലാം ഇടപെട്ട് അത് നമ്മുടെ കറക്റ്റായിട്ടുള്ള പേപ്പർ വർക്കിൽ അത് തിരിച്ച് നമുക്ക് തന്നു. വേറൊരാൾ അങ്ങനെ ചെയ്യാൻ നോക്കിയതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിച്ചു. പിന്നെ അടുത്ത ഒരു ഈ സാക്രിഫൈസ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതല്ല. നമുക്കെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഞാനായിരിക്കുന്ന ഈ ജനറേഷനും എൻ്റെ കഴിഞ്ഞിട്ടുള്ളൊരു ജനറേഷനും എല്ലാം നമ്മൾ കയ്യിൽ വെച്ച് കൊടുക്കണം. അവർക്ക് എല്ലാ സാധനവും കൈ കൊണ്ടുവന്ന് തരുന്നത് കൊണ്ടാണ് അവർ മിനിസ്ട്രി ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവർക്കും പരാതിയാതെ നമ്മളൊരു ചർച്ചിലായിരിക്കുന്നെങ്കിൽ പാസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യണം, പാസ്റ്റ് നമ്മളെ നമ്മുടെ വിളിയിലെത്തിക്കണമെന്ന് ഒരിക്കലും സാധിക്കത്തില്ല. ഞാൻ എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഞാൻ വചനം പഠിച്ചതിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് ഒരിക്കലും അത് സാധിക്കത്തില്ല. നിങ്ങളുടെ വിളി നിങ്ങളും യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ അത് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. എനിക്കിവിടെ ഇപ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പസിൽ താമസിക്കാനുള്ള കൃപ കർത്താവ് തന്നു. എന്നാൽ ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. ഇവിടെ താമസിക്കുമ്പോൾ കുളിക്കാനായിട്ടൊരു ബാത്റൂം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം പുറത്ത് വെറുതെ പറമ്പിൽ നിന്നാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. കുളിക്കാനെല്ലാം ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളും എല്ലാം ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതും അവരെല്ലാം പുറത്ത് പോയതിന് ശേഷം രാത്രി 10 മണി ആകുമ്പോഴാണ് ഞാൻ കുളിക്കുന്നത്. പിന്നെ ഞാൻ അങ്ങനെ എന്തെങ്കിലും തിരക്കുകൾ കൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റാതിരുന്നാൽ, ആഫ്രിക്കയാണ്, നിങ്ങൾ ക്ഷമിക്കണം,
അങ്ങനെ പോയാൽ ഞാൻ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് കുളിക്കും. കാര്യം അല്ലാതെ നമുക്ക് ഇവിടെ ഉള്ള ആളുകളുള്ള സമയത്ത് ഇവിടെ അങ്ങനെ നിന്ന് കുളിക്കാൻ നമ്മളങ്ങനെ ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ മനസ്സിൽ വരുന്നൊരു മടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ പുറകിൽ അന്നത് പൂർത്തിയായിട്ടില്ല, അതിൻ്റെ പുറകിൽ പോയി നിന്നാണ് കുളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാതെ ഭയങ്കരമായ കൊതുകടിയും മേല് മുഴുവൻ കൊതുക് കടിച്ച് തടിച്ചു പൊങ്ങും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ദൈവവിളിയോടുള്ള ബന്ധത്തിൽ ഇതെല്ലാം അനുഭവിച്ചിട്ട് പരാതി പറയാതെ നിൽക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്ക് പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ്റെ ഓഫീസിലാണ്, ഈ ചർച്ചിൻ്റെ ഓഫീസിലാണ്. ഇവിടെ ഇടതുവശത്ത് ആഫ്രിക്കയുടെ ഭൂപടമുണ്ട്, വലതുവശത്ത് ലോകരാജ്യങ്ങളുടെയുമെല്ലാം മനോഹരമാകുന്ന ഒരു ഭൂപടമുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് വരാൻ പോകുന്ന നാളുകളിൽ ആഫ്രിക്കയിൽ 54 നേഷൻസ് ആണുള്ളത്. ഇവിടെ വന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അൾജീരിയ കാണാൻ കഴിയുന്നുണ്ട്, മൊറോക്കോ കാണാൻ കഴിയുന്നുണ്ട്, വെസ്റ്റേൺ സഹാറ കാണാൻ കഴിയുന്നുണ്ട്, പിന്നീട് ലിബിയ കാണാൻ കഴിയുന്നുണ്ട്, ചാഡ് കാണാൻ കഴിയുന്നുണ്ട്, ഈജിപ്റ്റ് കാണാൻ കഴിയുന്നുണ്ട്, സുഡാൻ കാണാൻ കഴിയുന്നുണ്ട്, എറിട്രീയ കാണുവാൻ കഴിയുന്നുണ്ട്, സൊമാലിയ കാണാൻ കഴിയുന്നുണ്ട്, എത്യോപ്യ കാണുവാൻ കഴിയുന്നുണ്ട്, സൗത്ത് സുഡാൻ കാണാൻ കഴിയുന്നുണ്ട്, ഉഗാണ്ട കാണുവാൻ കഴിയുന്നുണ്ട്, കെനിയ കാണുവാൻ കഴിയുന്നുണ്ട്, ടാൻസാനിയ കാണുവാൻ കഴിയുന്നു, കോങ്കോ ഉണ്ട്, അപ്പുറത്ത് മറ്റൊരു കോങ്കോ ഉണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട് കാമറൂണുണ്ട്, നൈജീരിയ ഉണ്ട്, നൈജറുണ്ട്, ആ ഭാഗത്തായിട്ട് ഗാനയുണ്ട്, ഗാന ബിസാവു ഉണ്ട്, അവിടെ പല രാജ്യങ്ങൾ, ചെറിയ ചെറിയ രാജ്യങ്ങൾ, മൗറീഷ്യനിയ ഉണ്ട്, ആ ഭാഗത്ത് ഒരുപാട് ബിസ പല രാജ്യങ്ങൾ ആ ഭാഗത്തുണ്ട്. അത് കഴിഞ്ഞ് താഴോട്ട് വരികയാണെങ്കിൽ സാംബിയ ഉണ്ട്, സിംബാബ്വെ ഉണ്ട്, അങ്കോളയുണ്ട്, നമീബിയ ഉണ്ട്, മൊസാംബിക്കുണ്ട്, താഴെ സൗത്ത് ആഫ്രിക്ക ഉണ്ട്, അവിടെ പഴയ സ്വാസിലാൻഡ് ഉണ്ട്, മാഡ്സാഗർ ഉണ്ട്. ഇങ്ങനെ എണ്ണമെടുത്താൽ 54 ആഫ്രിക്കൻ രാജ്യങ്ങൾ ലോക രാജ്യങ്ങളുടെ വെളിച്ചമായി തീരുവാൻ പോകുന്ന ഒരു സീസൺ തുറക്കപ്പെടാൻ പോകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ ഇവിടെ വെളിച്ചം വന്ന് നിറയുകയും ആ വെളിച്ചത്തിൻ്റെ ഫലമായിട്ട് ആഫ്രിക്കയിൽ നിന്ന് ലോകരാജ്യങ്ങളിലേക്ക് നന്മ പുറപ്പെടുന്ന ഒരു പുത്തൻ സീസണെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുകയാണ്. നിങ്ങൾക്കൊക്കെ അതിൻ്റെ ഭാഗമാകുവാൻ കഴിയും. നിങ്ങളിൽ ചിലർക്ക് ആഫ്രിക്കയിലേക്കുള്ള ഒരു കോളിംഗ് ഉണ്ടെങ്കിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ അത് വ്യക്തമായിട്ട് നിങ്ങളോട് സംസാരിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യട്ടെ. അങ്ങനെയുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുവാൻ തയ്യാറാകുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഉഗാണ്ടയിലുള്ള ഒരു മിഷണറിയുടെ, ഒരു ഇന്ത്യൻ മിഷണറിയുടെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അദ്ദേഹം മസാക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പാർത്ത് കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. അപ്പോൾ ഒത്തിരി വാതിലുകൾ തുറന്നു കിടക്കുന്നു, ലോകരാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു കിടക്കുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും പിന്നെ ശമരിയയിലും അവിടെ ഒന്ന് ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്നുള്ള വചനത്തിൻ്റെ നിവർത്തീകരണമാണ് സംഭവിക്കേണ്ടത്. അതുകൊണ്ട് ഈ പരാതികൾ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് പരിമിതികൾ, എനിക്ക് ഈ ലിമിറ്റേഷൻസ് ഉണ്ട്, എനിക്ക് ഭാഷ അറിയത്തില്ല, എനിക്ക് പൈസയില്ല, ഇങ്ങനെയുള്ള പരിമിതികളെക്കുറിച്ചുള്ള പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ ധൈര്യത്തോടുകൂടെ വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകൾ വയ്ക്കുവാൻ തയ്യാറാകുകയാണ് എങ്കിൽ അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. അപ്പോൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്ന ഇത് നിങ്ങൾ ശ്രദ്ധിച്ച്, ഫെയ്ത്ത് ഡസ് നോട്ട് മേക്ക് തിങ്സ് ഈസി, ഇറ്റ് മേക്സ് ദം പോസിബിൾ. ഇത് നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഫെയ്ത്ത് ഡസ് നോട്ട് മേക്ക് തിങ്സ് ഈസി, ഇറ്റ് മേക്സ് ദം പോസിബിൾ. നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ കാര്യങ്ങൾ വളരെ സൗകര്യപ്രദമായി തീരുകയില്ല. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം നടന്നിരിക്കും. അതിനകത്ത് വലിയ കാഠിന്യമൊക്കെ വന്നെന്നിരിക്കും, വലിയ പ്രതിസന്ധികൾ വന്നെന്നിരിക്കും, പക്ഷേ അത് നടന്നിരിക്കും. അതാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ നിബിൻ എബ്രഹാം അവരുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി മഹാത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുന്നു. ഈ ആഴ്ചയിൽ തന്നെ ഞങ്ങൾ ഈ എപ്പിസോഡ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഈ ആഴ്ചയിൽ ഈ വ്യാഴാഴ്ച ഇവിടെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കാൻ പോകുകയാണ്. ഈ ചുറ്റുപാടുള്ള 100 കണക്കിന് ആളുകൾ
ആ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുക്കുവാൻ പോകുന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ച് ശുശ്രൂഷിക്കുവാൻ പോകുന്നു. വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ആ ശുശ്രൂഷകൾ നടക്കാൻ പോകുന്നു. ജൂലൈ മാസം 17-ാം തീയതി അല്ലേ? 17, 18, 19, 20 4 ദിവസത്തെ ഒരു പ്രധാന മീറ്റിംഗ് ഈ ചർച്ചിൽ വെച്ച് നടക്കുവാൻ പോകുന്നു. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. 100 കണക്കിന് ആളുകൾ വിടുവിക്കപ്പെടട്ടെ. 100 കണക്കിന് ആളുകൾക്ക് സൗഖ്യം ലഭിക്കട്ടെ. മഹാത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അനേകം ദൈവദാസന്മാർ അനേകം സ്ഥലങ്ങളിൽ നിന്ന് ഈ മീറ്റിങ്ങിന് കടന്നു വരുന്നുണ്ട്. നിങ്ങളതിനെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുക. മാത്രമല്ല, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന, ഞങ്ങളുടെ ഈ ആശയവിനിമയം കേട്ട ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ കർത്താവ് ഒരു ബോധ്യം തരുന്നു, നിങ്ങളെ കർത്താവ് ഒരു മിഷണറിയായി കണ്ടിരിക്കുന്നു, ചില ദേശങ്ങളിലേക്ക് പോകുവാൻ, ചില രാജ്യങ്ങളിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള ഒരു മിഷണറി കോൾ ഉണ്ട് എങ്കിൽ, ഒരു മിഷണറി വിളി നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ, നിങ്ങൾ ധൈര്യത്തോടുകൂടെ കാൽച്ചുവടുകൾ വയ്ക്കുവാൻ തയ്യാറാകണം. ഈ എപ്പിസോഡ് കണ്ടത് മുഖാന്തരമായി ചിലരുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും കർത്താവാകുന്ന യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറക്കുക. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. മാത്രവുമല്ല, ഇതുവരെയും ഹൃദയത്തിൽ ചില ബോധ്യങ്ങളുണ്ട്, കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഒരു കോളിംഗ് ഉണ്ടെന്നറിയാം. പക്ഷേ ഇതുവരെ സമർപ്പിച്ചിട്ടില്ലാത്തവർ ആ കോളിങ്ങിന്, ആ വിളി കേട്ട് തിരിച്ചറിഞ്ഞ് ആ വിളിയോട് പ്രതികരിച്ചിട്ടില്ലാത്തവർ, സമർപ്പിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സമർപ്പിക്കുക. കർത്താവേ, അങ്ങയുടെ ശബ്ദം ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ മേലൊരു മാസിഡോണിയൻ കോളാണ് അങ്ങ് അയക്കുന്നത് എങ്കിൽ, മറ്റൊരു ദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള ഒരു കോളിംഗാണ് എൻ്റെ മേൽ അങ്ങ് അയക്കുന്നത് എങ്കിൽ, ഞാനതിന് തയ്യാറെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ നിബിൻ എബ്രഹാം അവറുകൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവേ, ഞങ്ങൾ പ്രത്യേക വേലയ്ക്ക് വേണ്ടി നിൽക്കുന്നവർക്ക് കർത്താവേ, സംശയത്തോടെ തൻ്റെ മേലൊരു വിളിയുണ്ട്, എന്നാൽ എന്ത് ചെയ്യണമെന്നറിയില്ല, അങ്ങനെ കൺഫ്യൂഷനിലായി നിൽക്കുന്ന യൗവനക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് അവരുടെ ഹൃദയത്തെ തൊടണമേ. ദൈവികമായ വെളിപ്പാടുകൾ അവർക്ക് നൽകി കൊടുക്കണം. ദൈവികമായ വിഷനുകൾ അവരുടെ ഹൃദയത്തിൽ നൽകപ്പെടണം. ഈ ദിവസങ്ങളിൽ കർത്താവേ, യൗവനക്കാർ എഴുന്നേൽക്കട്ടെ, ദേശങ്ങൾ പിടിച്ചടക്കുവാൻ ഇടവരട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ കാലഘട്ടം രാജ്യങ്ങളുടെ ബൗണ്ടറികളെ ദൈവം പൊളിക്കുന്ന സമയമാണ്. കർത്താവേ, ആഫ്രിക്കയ്ക്കും ഇന്ത്യക്കും യൂറോപ്പിനും അമേരിക്കയ്ക്കും ഒന്നും തമ്മിൽ ബൗണ്ടറികളില്ലാതെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്ക് പുറപ്പെടുന്ന ജനത്തെ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പുറപ്പെടുന്ന ജനത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ, ഞങ്ങൾ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കൺഫ്യൂഷനിൽ നിൽക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ ശക്തമായ വെളിപ്പാടുകൾ യേശുവിൽ നിന്ന് പ്രാപിക്കുവാൻ, എല്ലാത്തിലുപരി അവരെ യേശുവിനെ സ്നേഹിക്കുവാൻ, യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഈ വേല തെരഞ്ഞെടുക്കുവാൻ കർത്താവ് ഇടയാക്കണം. യേശുവിന്റെ ശക്തി അവരിൽ ലഭിച്ചിട്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരിൽ ലഭിച്ചിട്ട് അവരെ യെരുശലേമിലും യഹൂദിയയിലും ഭൂമിയുടെ അറ്റത്തോളം അങ്ങയുടെ സാക്ഷികളാവുന്ന ദിനങ്ങളാകട്ടെ. കർത്താവായ യേശുവിനെ അവര് ഉയർത്തുന്ന വ്യക്തിത്വങ്ങളായി തീരട്ടെ. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കോ ഡിസ്കിന് പ്രോബ്ലമുള്ള, നടുവിന്റെ ഡിസ്കിന് പ്രോബ്ലമുള്ള ആളെ കർത്താവ് തൊടുന്നു. പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കും. അത്ഭുതകരമായ സൗഖ്യം നടക്കും. ഹൃദയത്തിന്റെ വാൽവിന് പ്രോബ്ലമുള്ള ആരുടെയോ ഹൃദയത്തിന്റെ വാൽവിന്റെ ആ പ്രോബ്ലം കർത്താവായ യേശു ഇപ്പോൾ എടുത്തു മാറ്റും. യേശുവിന്റെ നാമത്തിൽ ശക്തമായ വിടുതലുകൾ നടക്കട്ടെ. ശക്തമായ വിടുതലുകൾ നടക്കട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗസൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. ഞങ്ങൾ ആഫ്രിക്കയിൽ നിന്ന് ദൈവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ സൗഖ്യം നിങ്ങളുടെ ആയിരിക്കുന്ന ഡിവൈസുകളിലൂടെ നിങ്ങൾ കാണുമ്പോൾ വളരെ ശക്തമായ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയും വളരെ ശക്തമായ ഹീലിംഗ് ഇപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്നതായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കണം.
ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു സോ മച്ച്. ഈ എപ്പിസോഡ് നിങ്ങൾ കാണുവാൻ കാണിച്ച സന്മനസ്സിന് പ്രത്യേകമാകുന്ന നന്ദി. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.